പ്രൊഫഷണലി പല ചെസ് ഗെയിമേഴ്സ് കളിക്കുന്ന ആളുകൾ ഓരോ മൊമെന്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണ് ആക്ച്വലി ഒരു ആക്ടിവിറ്റി? എന്താ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ തന്നെ ഒന്നുകൂടെ തുടങ്ങണം. അതായത് പണ്ടത്തെ രാജാക്കന്മാരുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ, നമുക്ക് ഒരു മൂവ്മെന്റ് ഒക്കെ വെച്ച് ഇരുന്ന് അവരിങ്ങനെ നമുക്ക് എന്താ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് പൈനൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമാണ് ശരിക്കും. ആലോചിച്ചിരുന്ന് പതിയെ ചിലപ്പോ ഒരു ഇത്രയോ മണിക്കൂറിലായിരിക്കും ഒരു മൂവ്മെന്റ് വരുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ദിവസങ്ങളോളം പോകുന്ന മാച്ചസ് ഒക്കെയാണ് പണ്ടത്തെ ശരിക്കും. അതായിരുന്നു അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും അത്രയും സമയമൊന്നും ഇപ്പൊ എന്ത് ഗെയിം ആയാലും നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പൊ ക്രിക്കറ്റിൽ പോലും ശരിക്കും പറഞ്ഞാൽ 50-50 അല്ലെ, അതായത് നമ്മുടെ 50 ഓവേഴ്സിന്റെ ഇത് മാറി 20-20 കൂടുതൽ ഇതിലേക്ക് വരുവാണ് ആൾക്കാർ. കാരണം എന്താ, നമുക്ക് പെട്ടെന്ന് തീരുന്ന ഇതിനോടാണ് ആൾക്കാരുടെ താല്പര്യം മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ചെസ്സിൽ ആ സമയത്തിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി വന്നൊരു ഇൻവെൻഷനാണ് ശരിക്കും ചെസ് ക്ലോക്ക് എന്ന് പറയുന്നത്. ചെസ് ക്ലോക്ക്. അപ്പൊ അതില് നമ്മൾ ഇപ്പൊ പറഞ്ഞ ചെസ് ക്ലോക്ക് ശരിക്കും എന്താ പറയാ, നമ്മളൊന്ന് അതിന്റെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മൂവ്മെന്റ് ചെയ്യാം. അതിനുശേഷം ആ ക്ലോക്കിൽ അമർത്തി കഴിഞ്ഞാല് നമ്മുടെ സമയം പോസ് ആവും, മറ്റേ ആളുടെ സമയം റൺ ചെയ്യാൻ തുടങ്ങും. അതിനുള്ള ഒരു മെഷീൻ.